കാത്തിരിപ്പിന് വിരാമമിട്ടുണ്ട് ജയറാമേട്ടന്റെ തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അബ്രഹാം മുസ്ലിം എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഈ സിനിമയുടെ ആദ്യ ഷോയെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ജയറാമേട്ടൻ. അപ്പോൾ മിഥുൻ മാനുവൽ തോമസ് ആണ് ജയറാമേട്ടനെ നായകനാക്കി ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് മിഥുനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അഞ്ചാം പാതിര എന്ന് പറയുന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ വലിയൊരു ഓളം ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു സൈക്കോ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ചിത്രം വരിക എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്നത്. ഹെവി ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേരംബുക്കിന്റെ ബാനറിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ചിത്രത്തിലെ കഥ എഴുതിയിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസും ഇർഷാദ് എം ഹസനും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ ജയറാമേട്ടനെ കൂടാതെ തന്നെ മമ്മൂട്ടി ഗസ്റ്റ് റോൾ, അതോടൊപ്പം അർജുൻ അശോകൻ, ജഗദീഷ്, ദിലീഷ് പോത്തൻ, അനശ്വര രാജൻ, സെന്തിൽ കൃഷ്ണ, അർജുൻ നന്ദകുമാർ, ആര്യ സലീം തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കൃത്യം 9:15 തന്നെ കേരളത്തിലെ തിയേറ്ററുകളിൽ ആരംഭിക്കുന്നതാണ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഹെവി ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജയറാമേട്ടൻ ചിത്രത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് തന്നെയായിരിക്കും അബ്രഹാം മുസ്ലിം എന്ന് പറയുന്ന സിനിമ നേടാൻ പോകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രീ സൈറ്റ് മാത്രം, അതായത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം 1 കോടി രൂപ ചിത്രം ഇന്നലെ മറികടന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഇപ്പോൾ മണിക്കൂറിൽ പോലും ചിത്രത്തിന് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1K മുകളിൽ ബുക്കിംഗ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ദിനം ഏകദേശം 2 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ജയറാമേട്ടന്റെ കരിയറിൽ തന്നെ ശക്തമായിട്ടൊരു തിരിച്ചുവരവായിട്ട് മാറട്ടെ അബ്രഹാം മുസ്ലിം എന്ന് പറയുന്ന സിനിമ. ആ ഒരു കഥാപാത്രം എന്തൊക്കെയാണ് കുറ്റവാളികൾക്ക് പിന്നാലെ പായുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ചിത്രത്തിൽ നമുക്ക് ജയറാമേട്ടനെ കാണാൻ സാധിക്കുക. ഏറെ വൈകാരികത നിറഞ്ഞ വേഷവുമായി ആയിട്ടാണ് ചിത്രത്തിൽ നമ്മുടെ ജയറാമേട്ടൻ എത്തുന്നത്. എന്തൊക്കെയാണ് ജയറാമേട്ടന്റെ കരിയറിൽ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള കഥാപാത്രമായിരിക്കും അബ്രഹാം മുസ്ലിം. ഏറെ ദുരിതകളും സസ്പെൻസും ഒക്കെ നിറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരിക്കും വരാൻ പോകുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൂചനകളെല്ലാം തന്നെ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ, അതായത് നമ്മുടെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരൊക്കെ, അതായത് ജഗദീഷനോടൊപ്പം ദിലീഷ് പോത്തിന്, സെന്തിൽ കൃഷ്ണയും മിഥുൻ മാനുവൽ തോമസൊക്കെ ഈ സിനിമയെക്കുറിച്ച് പങ്കിട്ട വാക്കുകളും അത് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് 2024 ആദ്യത്തെ വൻ വിജയമായിട്ട് മാറട്ടെ അബ്രഹാം മുസ്ലിം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം അബ്രഹാം മുസ്ലിം എന്ന് പറയുന്ന ജയറാമേട്ടൻ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുക? കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.